യേശുവേ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ഹാലേലൂയ. രാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദി പിതാവേ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നേർന്ന ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ആയിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവടിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നേർന്ന ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന. സ്തോത്രം. ഓരോ ദിവസവും ദൈവ അതിശയകരമായിട്ട് അത്ഭുതകരമായി നമ്മെ വഴി നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം ഈ പൽക്കാലം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. അതെ, ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശു കർത്താവിനെ നോക്കുക. സ്തോത്രം. ഒരു വിശ്വാസ ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ആരെ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യണമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുന്നു. എബ്രായ ലേഖന കർത്താവ് 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ആമേ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും നാം ആരെ നോക്കി നമ്മുടെ ആത്മീയ മേഖലയ്ക്കകത്ത് മുന്നോട്ട് പോകണം, യാത്ര ചെയ്യണം എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. പലപ്പോഴും നാം നമ്മുടെ ചുറ്റുപാടുമുള്ള പലരെയും നോക്കുകയും പലപ്പോഴും നമുക്കത് പരാജയപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരു ദൈവ പൈതൽ ആരെ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യണം, ആരെ നോക്കി തന്റെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ആരെ നോക്കി തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടത്തെ, അതേ സ്തോത്രം, സ്ഥിരതയോടെ ഓടണമെങ്കിൽ ആരെ നോക്കണമെന്ന് ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നു. വിശ്വാസത്തിന്റെ നായകനായിരിക്കുന്ന പൂർത്തി വരുത്തുന്നവരുമായ യേശു കർത്താവിനെ നാം നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മാതൃക പുരുഷനായിരിക്കുന്ന, അതെ, നമ്മുടെ മുമ്പിൽ ഓട്ടമോടി പൂർത്തീകരിച്ച, അതെ, ബിരുദ പ്രാപിച്ചതായ യേശു കർത്താവിനെ നോക്കി നാം മുന്നോട്ട് യാത്ര ചെയ്യണം എന്ന് ഇവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതിന് വ്യക്തമായ കാരണങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ 11-ാം അധ്യായത്തിൽ ഉടനീളം നമുക്ക് കാണുന്നു വിശ്വാസ വീരന്മാരുടെ ഒരു നീണ്ട പട്ടിക തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ന്യായാധിപന്മാരെ പറ്റി, പ്രവാചകന്മാരെ പറ്റി, അത്ഭുതങ്ങൾ ചെയ്ത, അടയാളങ്ങൾ ചെയ്ത, വീര്യപ്രവർത്തികൾ ചെയ്ത അനേകം പേരെ പറ്റി, സ്തോത്രം, അവിടെ ആ 11-ാം അധ്യായത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആ 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ നമുക്ക് കടന്നു വരുമ്പോൾ 32 മുതലുള്ള ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശ്വാസത്തെ അവർ രാജ്യങ്ങളെ പിടിച്ചടക്കുകയും നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ പ്രിയ ദൈവമക്കളെ അവരിൽ കൂടി ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു വിശ്വാസത്തെ സാക്ഷ്യം ലഭിച്ച ഒരു കൂട്ടം പേരുടെ ഒരു ലിസ്റ്റാണ് 11-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 39-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവർ എല്ലാവരും വിശ്വാസത്തെ സാക്ഷി ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. ആമേ സ്തോത്രം. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഒരു വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുവാനായിട്ട് ആ വാഗ്ദത്തത്തിലേക്ക് നാം കടക്കണമെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, നാം ആരെ നോക്കണമെന്ന തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ, സ്തോത്രം, ഇവരൊക്കെ സാക്ഷ്യം ലഭിച്ചവരാണ്. നമുക്ക് നോക്കാം എങ്ങനെ അവർ വിശ്വാസത്തെ ചുവട് വെച്ചു, എങ്ങനെയാണ് അത്ഭുതങ്ങൾ നടന്നത്, അവരുടെ മുമ്പിൽ കടന്നു വന്ന പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ അവരെങ്ങനെയാണ് ജയിച്ചത്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവരെ നോക്കി
നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കണമെങ്കിൽ എന്താ നമ്മോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തി? ഇതാവുന്നു അവൻ നിനക്ക് നൽകിയ വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഈ നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ, ആ വാഗ്ദത്ത പൂർത്തീകരണം പ്രാപിക്കണമെങ്കിൽ, അതേ സ്തോത്രം, നമ്മുടെ മുമ്പിൽ ഓട്ടമോടി തികച്ച ആ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചതായ യേശു കർത്താവിനെ നോക്കി നാം മുന്നോട്ട് പോകണമെന്ന് ഇവിടെ തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 40-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിനെ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. അവർക്ക് വാഗ്ദത്തം നിവർത്തി പ്രാപിക്കുവാൻ കഴിയാതെ പോയപ്പോ നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിനായിട്ട്, അതേ വാഗ്ദത്തത്തിലേക്ക് നാം കടക്കേണ്ടതിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. സ്തോത്രം, ഹല്ലേലൂയ. ആ കരുതൽ എത്ര! സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ഒരു വലിയ കരുതലാണ് പ്രിയ ദൈവമക്കളെ സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി മുൻകരുതി തന്നു. സ്തോത്രം, ആ മുൻകരുതി തന്ന പുത്രനെ നോക്കി മുന്നോട്ട് യാത്ര ചെയ്താൽ മാത്രമേ ആ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ എന്ന് തിരുവചനത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ശക്തിയുടെയും സ്നേഹത്തിന്റെ മാതൃകാ പുരുഷനായിരിക്കുന്ന യേശു കർത്താവിനെ നോക്കി തന്നെ നാം യാത്ര ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്ന് തിരുവചനത്തിൽ കാണുന്നു. അതിന്റെ മുമ്പിൽ നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നു, എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് സ്തോത്രം, ഹല്ലേലൂയ, ഒന്ന് പ്രാപിക്കണമെങ്കിൽ നമുക്ക് ചിലതൊക്കെ സഹിക്കണം. ഹല്ലേലൂയ. അതേ അപമാനം, അതേ വേദനകൾ, പല കഷ്ടങ്ങളൊക്കെ നാം സഹിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. യേശു കർത്താവ് അതൊക്കെ സഹിച്ചതായിട്ട് നമുക്കവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമുക്ക് വ്യക്തമായി കാണുന്നു. 24-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, പാപമറിയാത്ത ക്രിസ്തു യേശു കർത്താവ് അതെ ഈ കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ ചിലതിൽ കൂടിയൊക്കെ കടന്നാൽ മാത്രമേ ആ മഹത്വമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ പറയുന്നു, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ചിലതൊക്കെ നാം എന്ത് ചെയ്യണം? അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ചിലത് നാം സഹിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നു? അതെ ആ മഹത്വത്തിലേക്ക്, ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നമുക്ക് കടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് തിരുവചനത്തെ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. അർക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെ രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മൗനമായിരുന്ന യേശു കർത്താവ്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അപ്പോൾ നാം ചിലത് സഹിക്കണം, ചിലത് അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അതെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അനുസരണ ഉള്ളവനായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ വേഷത്തിൽ ഒഴിച്ച് തന്നെ മനുഷ്യനായി വിളങ്ങി. സ്തോത്രം, ഒരു മനുഷ്യനായിട്ടാണ് യേശു കർത്താവ് ഈ ലോകത്ത് ജീവിച്ചത്. സ്തോത്ര, പാപം ഒഴികെ നമുക്ക് തുല്യനായിരുന്ന യേശു കർത്താവ്. പ്രിയ ദൈവമക്കളെ, ആ യേശു കർത്താവ് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
മരണത്തോളം തന്നെ സ്തോത്രം ഹല്ലേലൂയ. അതേ പൂർണ്ണമായി ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് പിതാവ് തന്റെ പുത്രനെ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു, അത് നിവർത്തീകരിക്കേണ്ടതിനായിട്ട് അനുസരണയുള്ളതായിട്ട് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 3-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ കാണുന്നു, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരികളും ശക്തികളും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രിയതേ മക്കളെ സ്തോത്രം. അതെ, ചിലത് അനുഭവിച്ചു, ചിലത് സഹിച്ചു, അനുസരണയുള്ളവനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിക്കൊടുത്ത യേശു കർത്താവ് നമുക്ക് കാണുന്നു, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, ദൂതന്മാരും അധികാരികളും ശക്തികളും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ യേശു കർത്താവിനെ നോക്കി മുന്നോട്ട് പോകണമെന്നത്രേ തിരുവചനത്തിൽ ദൈവം നമ്മോട് പറയുന്നത്. സ്തോത്രം. പ്രിയ ദൈവ പൈതലെ, ഈ കാലഘട്ടത്തെ നമുക്കറിയാം, പലരും വചനങ്ങൾ പല രീതിയിൽ പറഞ്ഞു മാറുമ്പോ അതെ അങ്ങനെയൊക്കെ ചെയ്ത കുഴപ്പമില്ല, അല്പമൊക്കെ നമുക്ക് മുന്നോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകാമെന്ന് പറയുമ്പോ പ്രിയ ദൈവ പൈതലെ സ്തോത്രം, പലരും പലതും പറഞ്ഞ് തെറ്റിച്ച് കളയുവാൻ, വിശ്വാസത്തിൽ നിന്ന് വീഴ്ത്തിക്കളയുവാനായിട്ട് നോക്കുമ്പോ നമുക്ക് നോക്കുവാനായിട്ട് ഒരു മാതൃക പുരുഷനുണ്ട്. അതെ, യേശു കർത്താവ്. ആ യേശു കർത്താവിനെ നോക്കി നാം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അതെ നാം എത്തേണ്ടടുത്ത് യേശു കർത്താവ് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് യേശു കർത്താവിനെ നോക്കണമെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ല, ചിലത് സഹിച്ചു തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്തു. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാ യേശു കർത്താവ് പറഞ്ഞത്. അപ്പൊ അതിനെ സഹിക്കുകയാണ്. നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, വ്യസനപാത്രമായി യേശു കർത്താവ് ക്രൂശിൽ കിടന്നത് എന്തിനു വേണ്ടിയാ? തന്റെ മുമ്പിൽ ഇത് കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചില കഷ്ടതകൾ, ചില വേദനകൾ, ചില പ്രയാസങ്ങളൊക്കെയാ നാം സന്തോഷത്തോടെ നാം സഹിക്കണം. എന്താണ്? വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് നമുക്ക് വരുന്ന കഷ്ടതകളിൽ നാം സന്തോഷിക്കണം എന്നാണ് തിരുവചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന. ആ ഒരു അനുഭവത്തിൽ കൂടി നമുക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീരുമ്പോ എന്ത് പറയുന്നു? ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനായിട്ട് ഇടയെത്തിര. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു കഷ്ടതയിൽ കൂടി നാം കടന്നു പോയാൽ മാത്രമേ, ചില പരീക്ഷ ഘട്ടത്തിൽ കൂടി നാം സഹിച്ച്, നമുക്കിന്ന് പലപ്പോഴും സഹിക്കാനായിട്ട് വയ്യ, ഒന്നും അനുഭവിക്കാനായിട്ട് വയ്യ, എല്ലാം നമുക്ക് പ്രാപിക്കണം. പക്ഷേ ഇവിടെ വചനത്തിൽ കാണുന്നു, ക്രിസ്തു സഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ക്രൂശ് നമുക്കറിയാം കഷ്ടതയുടെ ഒരു സിംബലായി കാണുമ്പോ ആ കഷ്ടതയെ യേശു കർത്താവ് സഹിച്ചു. ഹല്ലേലൂയ. അവർക്ക് പ്രിയ ദൈവ പൈതലെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയുന്നത്, കഷ്ടത സഹിക്കുന്ന ദൈവ പൈതലെ, നീ നിരാശപ്പെട്ടു പോകണ്ട. സ്തോത്ര. നിനക്കൊരു തേജസ് ഉണ്ട്, നിനക്കൊരു മാനമുണ്ട്, നിനക്കൊരു ബഹുമാനമുണ്ട്. ഈ കഷ്ടതകൾ നീ അനുഭവിക്കുമ്പോ ലോകം നിന്നെ പഴിച്ചെന്നിരിക്കാം, ലോകം നിന്നെ മാറ്റി നിർത്തിയെന്നിരിക്കാം. പക്ഷേ നീ ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് ഓടുന്നുവെങ്കിൽ നിന്റെ കാലുകൾക്ക് ബലം തന്ന് സ്തോത്ര ഹല്ലേലൂയ നിന്നെ എത്തിക്കേണ്ടടുത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് എന്തിനു വേണ്ടി അയച്ചോ അതെല്ലാം പൂർണ്ണമായിട്ട് നിവർത്തീകരിച്ചിട്ട് പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ പരമേൽപ്പിച്ച യേശു കർത്താവിനെ കാണുവാൻ സാധിക്കുന്നു. ആ യേശു കർത്താവിനെയാണ് ഞാൻ നിങ്ങൾ നോക്കേണ്ടത്. സ്തോത്രം. ഇവിടെ തിരുവചനത്തിൽ കടന്നു വരുമ്പോ എന്തുകൊണ്ട് യേശു കർത്താവിനെ നോക്കണം എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. അതെ, ദൈവത്തിന്റെ വിശ്വാസത്തിലുള്ള മാതൃക ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. എബ്രായർ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവവും എനിക്ക് തന്ന മക്കളും എന്ന് പറയും. പ്രിയ ദൈവ പൈതലേ സ്തോത്രം ഹല്ലേലൂയ. യേശു കർത്താവ് പൂർണ്ണമായിട്ടും
ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കാണുന്നത് ദൈവത്തിലുള്ള ആഴമേറിയ ഒരു വിശ്വാസം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. മറ്റൊരു കാര്യം കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിന്റെ ഹിതപ്രകാരത്തിന് വേണ്ടി ഒരു സമർപ്പണം യേശു കർത്താവിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ 7-ാം വാക്യം മുതൽ നോക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളി എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഹല്ലേലൂയ. പുത്രന്റെ ഇഷ്ടത്തിനല്ല പ്രിയ ദൈവമക്കളെ പുത്രൻ ജീവിച്ചത്, മറിച്ച് തന്റെ പിതാവിന്റെ ഇഷ്ടത്തിന്, ഹല്ലേലൂയ, അതെ, തന്നെ കുറിച്ച് എന്ത് എഴുതി വച്ചിരുന്നോ ആ ഇഷ്ടം ചെയ്യുവാൻ അത്രേ പുത്രൻ വന്നത്. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മെ ഓരോരുത്തരെ കുറിച്ച് പിതാവിന് സ്തോത്രം, സ്വന്തം പുത്രനെ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ജീവൻ തന്ന അരുമ രക്ഷകന് ഓരോ ഇഷ്ടമുണ്ട്. ഹല്ലേലൂയ. ആ ഇഷ്ടത്തിന് ഒത്തവണ്ണം പ്രിയതേ മക്കളെ നമ്മൾ ചലിക്കുവാനായിട്ട് ഇടയത്തണ. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം. അതേ, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചിട്ട് അതേ പുത്രന്റെ ഇഷ്ടത്തിന് നമ്മെ കുറിച്ച് അപ്പന്റെ ഹൃദയത്തിനകത്ത് എന്താണ് എഴുതി വച്ചിരിക്കുന്നത് ആ ഇഷ്ടത്തിനൊത്രം ഞാനും നിങ്ങളും ചലിക്കണമെങ്കിൽ സ്തോത്ര ആ യേശു കർത്താവിനെ നമ്മൾ നോക്കണം. പിതാവിന്റെ ഇഷ്ടം ചെയ്ത, അല്ലെ, നമുക്കറിയാം വിശ്വാസത്തിന്റെ നായകൻ എന്നാ പറഞ്ഞ, നമുക്ക് സ്തോത്രം വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ആ നായകനെ തന്നെ നോക്കണം. അതെ, പരാജയപ്പെട്ട ഒരാളിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. നമ്മൾ പലപ്പോഴും പലരെ പറ്റി പറയാറുണ്ട്, അവരുടെ മുമ്പിൽ പോകുന്ന ആരാണ്, അല്ലെങ്കിൽ അവരുടെ നായകൻ ആരാണ്, അവരാരെയാണ് മെയിനായിട്ട് നോക്കുന്നത്. അവരെ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. പ്രിയതേ മക്കൾ, ഈ ലോകത്തിൽ അങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്, സ്തോത്ര. അങ്ങനെയെങ്കിൽ പ്രിയതേ മക്കളെ സ്തോത്രം, നമുക്ക് മുമ്പാകെ ഓട്ടമോടി തികച്ച വിശ്വാസത്തിന്റെ നായകനായിരിക്കുന്ന യേശു കർത്താവുണ്ട്, സ്തോത്ര. ആ നായകനെ നോക്കിയ മാത്രമേ വിശ്വാസ ഓട്ടക്കളം തകർന്നു പോകാതെ, വീണു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. പരാജയപ്പെടുന്നവരിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുരുടന് വഴി കാണിക്കുവാൻ കഴിയത്തില്ല, സ്തോത്ര. ഇരുവരും കുഴിയിൽ വീണു പോകാനായിട്ടിടയത്തിൽ. പക്ഷേ ആ നായകനായിരിക്കുന്ന യേശു കർത്താവിനെ നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ തലങ്ങൾ നമുക്ക് ഓപ്പണായി തീർക്കുവാനായിട്ട് ഇടയായിത്തീര, വചനത്താൽ നമ്മെ ജീവിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീര. അപ്പോ ദൈവഹിതത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണം യേശു കർത്താവിന്റെ കരത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. ഇവിടെ വചനത്തിൽ പറയുന്നുണ്ട്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. സ്തോത്രം. ഈ പ്രഭാതത്തിൽ പറയാമോ സ്തോത്രം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ കർത്താവിനെ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യുമെന്ന് നമുക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. അടുത്ത് കാണുന്നു, പരീക്ഷകളെയും കഷ്ടതകളെയും ജയിക്കുന്നതിന്റെ ഒരു മാതൃക നമുക്കവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. തന്റെ മുമ്പിൽ വന്ന കഷ്ടതകള്, പരീക്ഷാ ഘട്ടങ്ങളെയൊക്കെയും സ്തോത്ര അതെ ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സകലത്തിനും ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോ അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളെ തികഞ്ഞവനാക്കുന്ന യുദ്ധം. പ്രിയതേ മക്കളെ, പല കഷ്ടങ്ങളിൽ കൂടെ, പല പരീക്ഷാ ഘട്ടങ്ങളിൽ കൂടെ യേശു കർത്താവ് കടന്നുപോയി. അതുകൊണ്ട് അവിടെയൊക്കെയും കർത്താവ് ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നത് കൊണ്ട് നാം കർത്താവിനെ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും കഷ്ടങ്ങളെയും ജയിക്കുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപയെ ദൈവം നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയെത്തിര. മറ്റൊന്ന് കാണുവാൻ സാധിക്കുന്നു, പിതാവിനോടുള്ള ഒരു വിശ്വസ്തത തന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതിനും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി തിന്നു എന്ന വചനത്തിൽ കാണുന്നു. അതേ പ്രിയതേ മക്കളെ, പിതാവിനോടുള്ള ഒരു വിശ്വസ്തത, നമുക്ക് നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങള് വിശ്വസ്തയോടെ ആയിരിക്കണമോ? അതേ സ്തോത്രം, കർത്താവിനെ നോക്കണം. കാരണം എന്താ, തന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം ഉണ്ടായിരുന്നു. സ്തോത്രം,
അത് ഭംഗിയായിട്ട് പിതാവ് പറഞ്ഞ കാര്യം അതേ രീതി വിശ്വസ്തയോടെ യേശു കർത്താവിനെ പൂർത്തീകരിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയെ തികയ്ക്കുന്നതിനുള്ള ഒരു സന്തോഷം കരഞ്ഞുകൊണ്ടല്ല യേശു കർത്താവ് താൻ ക്രൂശിൽ കയറുന്നത്, വേദനിക്കുന്നത്. അതിന്റെ നടുവിലും പ്രിയ ദൈവത്തിലെ അവസാന നിമിഷം വരെയും തന്നെ ഏൽപ്പിച്ചത് സന്തോഷത്തോടെ ചെയ്തു തീർക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു യേശു കർത്താവുണ്ട്. ഈ മാതൃക പുരുഷനായിരിക്കുന്ന യേശു കർത്താവിനെ നോക്കി ഞാനും നിങ്ങൾ യാത്ര ചെയ്യണമെന്നത്രേ അതേ സ്തോത്ര എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, വിശ്വാസത്തിന്റെ മാതൃകയായിരിക്കുന്ന ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി സമർപ്പണം ഉണ്ടായിരുന്ന യേശു കർത്താവിന്റെ പരീക്ഷകളെയും കഷ്ടങ്ങളെയും ജയിച്ച യേശു കർത്താവിനെ, പിതാവിനോടുള്ള വിശ്വസ്തത പുലർത്തിയ യേശു കർത്താവിനെ അതെ തന്റെ ശുശ്രൂഷ നിറവടിയായി സന്തോഷത്തോടെ പൂർത്തീകരിക്കുവാൻ വെമ്പൽ കൊണ്ട യേശു കർത്താവാണ് വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്ന യേശു കർത്താവ്. ആ യേശു കർത്താവിനെ നോക്കി ഞാനും നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ അതേ സ്തോത്രം അവിടെ നമുക്ക് കാണുന്നു വാഗ്ദത്ത നിവർത്തി പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലമശമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. പ്രിയ ദൈവ പൈതലെ സ്തോത്രം, ഈ ലോക ജീവിതം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ലൈഫ്. നമുക്കൊരു വാഗ്ദത്തമുണ്ട്, നിത്യജീവൻ. ഹല്ലേലൂയ. ആ നിത്യജീവനിലേക്ക് ഞാനും നിങ്ങൾ പൂർത്തീകരണത്തോടെ കയറണമോ? സ്തോത്ര. നമുക്ക് മുമ്പാകെ ഓട്ടമോടി തികച്ച, നമുക്ക് മുമ്പേ ഹല്ലേലൂയ സകലതും പൂർത്തീകരിച്ച് അതേ സ്തോത്രം ഹല്ലേലൂയ പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന യേശു കർത്താവിനെ നോക്കുക. നമ്മുടെ നോട്ടം മാറിപ്പോകരുത്, അതേ നമ്മുടെ ലക്ഷ്യം മാറിപ്പോകരുത്. സ്തോത്രം. ഈ ലോകം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. അല്ലെങ്കിൽ നിത്യ യുഗായുഗം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതിൽ ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്ന നമ്മുടെ ശക്തിയുടെയും സ്നേഹത്തിന്റെയും കൃപയുടെയും കരുണയുടെയും അതേ സമാധാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന യേശു കർത്താവ്, ആ യേശു കർത്താവിനെ നാം മാതൃകയാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് എത്തിച്ചേരുവാൻ കൃപ ദൈവം തരുവാനായിട്ടിടയത്തിനോ. പ്രിയ ദൈവ പൈതലെ, നാം മറന്നു പോകരുത്. അതേ വിശ്വാസത്തിന്റെ നായകനായിരിക്കുന്ന പൂർത്തി വരുത്തുന്നവനുമായിരിക്കുന്ന യേശു കർത്താവിനെ നോക്കി മുന്നോട്ട് യാത്ര ചെയ്യുക. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. കർത്താവേ, കരുണയുടെയും സ്നേഹത്തിന്റെയും കർത്താവെ കരുതലിന്റെയും സമാധാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന യേശു കർത്താവിനെ നോക്കി യാത്ര ചെയ്യുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു കർത്താവിനെ നോക്കി യാത്ര ചെയ്യുക. ഈ പകൽക്കാലം ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാതൃകാ പുരുഷനായിരിക്കുന്ന യേശു കർത്താവിനെ നോക്കി ഞങ്ങൾ ഓടുക. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അപ്പായെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പാ ഞങ്ങൾക്കുള്ള വാഗ്ദത്തം നിവർത്തി പ്രാപിക്കുക. മാതൃകാ പുരുഷനായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി സകലതിനെ സഹിച്ച അനുഭവിച്ച ഹല്ലേലൂയ അനുസരണ ഉണ്ടായിരുന്ന യേശു കർത്താവിനെ മാതൃകയാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുക. അപ്പായെ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ തന്നെ മുറ്റുമായി തരുന്നു. ലൈവ് ചെയ്യുന്ന ആരെങ്കിലും കർത്താവേ ഏതെങ്കിലും വിഷയത്തിന്റെ മധ്യത്തിൽ കഷ്ടതയുടെ ഭാരത്തിന്റെയോ വേദനയുടെയോ മധ്യത്തിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് ബലവും ധൈര്യവും സൗഖ്യവും വിടുതല എന്റെ സ്വർഗത്തിലെ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്ത് കൊടുക്കണമേ. തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ ഓടുവാൻ ആവശ്യമായ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ തന്റെ ജനത്തിന്റെ മേൽ അവിടുന്ന് കൈമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.